എവിടെ പോയി ഈശ്വരാ? എന്തൊരു കഷ്ടകാലം പിടിച്ച സമയമാണോ എന്തോ. ക്ലീറ്റോനോട് എന്ത് പറയും, എന്നെ കൊല്ലുമെന്ന്. ശരിക്കും എന്തായിരുന്നു, കനകൻ്റെ അടുത്ത് പോയി രാവിലെ ലിലിനോട് വർത്താനം പറഞ്ഞിട്ട് അപ്പോഴൊക്കെ മാല ഉണ്ടായിരുന്നല്ലോ. തിരിച്ചിവിടെ വന്ന് ബാത്റൂമിൽ പോയായിരുന്നു. ദൈവമേ, ബാത്റൂമിലെങ്ങാനും പോയോ? ഓ എൻ്റെ അമ്മോ, ഇപ്രാവശ്യം കൊണ്ടോ ചൂട് കൊണ്ട് പലരും ഓടി ചത്തു വീഴും, ഉറപ്പാ. അമ്മാര് ചൂടാ. പിന്നെ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. ഇല്ല, ഇപ്രാവശ്യം നല്ല ചൂടാ, ഭയങ്കര ചൂടാ. അതിങ്ങനെ പണ്ടേ പറയുന്ന കാലം കഴിയുന്നതോറും ഇങ്ങനെ ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതേ. നമ്മുടെ കിണറിലെ വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രാവശ്യത്തെയും പോലെ അല്ല. സാധാരണ അങ്ങനെ പറ്റുന്ന കിണറല്ല. പക്ഷെ ഇന്നലെ നല്ലൊരു മഴ പെയ്തു. അതും ദോഷമാണ്. നല്ല മഴ പെയ്തില്ല, ചെറിയ മഴയാണെങ്കിൽ ദോഷമാണ്. അല്ല നിന്ന് പെയ്യണം, നിന്ന് ഭൂമി തണുക്ക മഴ പെയ്താൽ കുഴപ്പമില്ല. ഇതേക്ക് ചൂടിളക്കേ ഉള്ളൂ. അല്ല, ഈ മഴ കൊണ്ട് ഞാൻ അസുഖമൊക്കെ വരുമെന്നാ പറയണത്. അസുഖം മാത്രമോ? ഈ ഒറ്റപ്പെട്ട ഇങ്ങനെ ഉണക്കകാലത്ത് വരുന്ന മഴയ്ക്ക് വേറൊരു പ്രശ്നമുണ്ട്. വെള്ളത്തിൽ മണ്ണിനകത്തോട്ട് വെള്ളം വീഴുമ്പോഴേ മണ്ണിന്റെ പുതുമണം കേട്ട് പാമ്പ് വരും. പൊനത്തിരിക്കുന്ന പാമ്പിറങ്ങും. പോടുന്നു, അതൊരു പുതിയ അറിവ് ആണ്. പാമ്പും പഴുതാര എഴുജന്തുക്കളെല്ലാം ഇറങ്ങും എന്തെങ്കിലും ചൂട് കാരണത്തെ ഇറങ്ങും. അത് ഈ വേന വെള്ളവും കാര്യങ്ങളൊന്നും കിട്ടാതിരിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും. ചൂട് കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, പറ്റത്തില്ല, അങ്ങനെ ഇറങ്ങും. അതല്ലാതെ ഒന്നുമില്ല. പുതുമണം കേട്ടാ ഇറങ്ങി വരുന്നത്. ഓ, പുതുമണം കേട്ടിറങ്ങാണ്. അതിന് ചെവി ഉണ്ടായിരുന്നു. പാമ്പിന് ചെവി ഉണ്ടായില്ലേ? പാമ്പിന് ചെവി ഉണ്ടല്ലോ. ആരും എവിടെ ഇരിക്കുന്നത്? നമ്മൾ നടന്നു ചെല്ലുമ്പോൾ സ്പീഡിൽ പോകുന്ന കാണാലോ കഴിഞ്ഞ്. അതെന്താണ്? അതിൻ്റെ ചക്ഷുശ്രവണം എന്നാണ് പറയുന്നത് പാമ്പിന്. നമ്മൾ പാമ്പിൻ്റെ അത് നമ്മൾ നടക്കുന്നതിനനുസരിച്ച് അതിൻ്റെ സ്കിന്നിലാണ് അറിയാൻ പറ്റുന്നത്. അല്ല, ചെവിയില്ല അതിന്. ചെവി എന്നാലും അറിയുമല്ലോ. അത് അറിയും. പക്ഷേ അതാ പറഞ്ഞു. കേട്ടിട്ടില്ലേ, നമ്മൾ പാമ്പിനെ നോവിച്ച് കിട്ടു കഴിഞ്ഞാൽ എത്ര ദിവസം കഴിയുമ്പോൾ തിരിച്ച് പകരം വീട്ടാൻ വരുമെന്ന്? എവിടെ? എടാ, പാമ്പിന് അതുണ്ട്. പാമ്പിനെ കഴിഞ്ഞാൽ തിരിച്ച്. ശാസ്ത്രോ? അങ്ങനെ ഒരു ശാസ്ത്രമല്ല. പാമ്പ് അങ്ങനെ അല്ല. പാമ്പിനൊന്നും തിരിച്ച് അവനൊന്നും അറിഞ്ഞൂടാ. തിരിച്ചു വരെയൊന്നുമില്ലത്. അത് വഴി പൊയ്ക്കോളും. പക്ഷെ അങ്ങനെ അല്ല പറയാറ്. ആൾക്കാർ പലതും പറയും. മറ്റേ പൂവിന്റെ മണം കേൾക്കുമ്പോൾ പാമ്പ് വരും പറയും, മറ്റേന്ന് പറയും. ഇതൊന്നും അങ്ങനെയല്ല. കൊടങ്ങാവളെ പിണ്ണാക്കട നടത്തുന്ന പെട്രോളി സാറിനെ അങ്ങനെ പാമ്പിന്റെ തലയ്ക്ക് ചവിട്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതേ പാമ്പ് ഒന്നങ്ങനെ കാല കുത്തിയല്ലോ. തലയ്ക്ക് ചവിട്ടിയപ്പോൾ പാമ്പിന്റെ തലയ്ക്ക് ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഒരു സൈഡ് ചതഞ്ഞു, അത് പോയി. അങ്ങനെ അടിച്ചിട്ട് പോയാ ഓർത്ത് വെച്ചൊന്ന് കുത്തി. അപ്പൊ തിരിച്ചു പാമ്പിന്റെ മുഖം ഇങ്ങനെ ഇരുന്നാ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ എന്ത്? അങ്ങനെയൊന്നും ഇല്ലെന്ന്. പാമ്പിനൊന്നും അറിയില്ലെന്നേ. അങ്ങനൊന്നും അല്ല. ഓരോ സ്ഥലത്തെ പാമ്പുകൾക്ക് ഓരോ സ്വഭാവം, ചില മനുഷ്യരുടെ കൂട്ടും. അതെന്തി പറയണത്? ഓരോ സ്ഥലത്തെ മനുഷ്യർക്ക് ഓരോരോ സ്വഭാവങ്ങൾ. പിന്നല്ലാതെ ഇവിടെ ഉള്ളവർക്ക് മൊത്തം മുൻകോപവും ദേഷ്യവും ഇതും. കൊടങ്ങാളെ ഉള്ളവരെല്ലാവരും ശാന്തരും സമാധാനപ്രിയരാണ്. ശാന്തരും സമാധാനപ്രിയരാണ്. ആണ്. താങ്കളുടെ ഭാര്യ? അതും ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ. അതെ, അതിനെ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പാവങ്ങളാ. അപ്പൊ താങ്കളോ? ഞാനും ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ. അങ്ങനെ ഒറ്റയ്ക്ക് ഒരു കൂട്ടാവും. അങ്ങനെയല്ല, കുറച്ച് പേര് അങ്ങനെ ഉണ്ട്. അടുക്കള എന്താ സൗണ്ട്? അതൊരു കള്ളി പൂച്ചയുണ്ട്, അത് തന്നെ. ആണോ? എനിക്ക് ഉറപ്പാണ് പാമ്പ് വന്നിട്ട് പാമ്പിനെ പിടിക്കാൻ പൂച്ച വന്നു. പിന്നെ പാമ്പിനെ പിടിക്കാൻ പൂച്ച ഒന്ന് ജനല് തുറന്നു കിടക്കൂല. അതിലേക്കാണ് പാമ്പ് വന്ന് അവിടെ ഏതെങ്കിലും ഒരു പാതാമരത്തിന് കീഴിൽ തണുപ്പത്തിരിക്കും. അത് പൂച്ചക്കറിയാം. അത് ശൗര്യം പിടിച്ചു വരുന്നേ. അത് അച്ചാച്ചന് വേറെ പണി ചാടിക്കയറി പോയി ഊട്ടിച്ചേ പോണേ, ഞാൻ പറഞ്ഞേക്കാം. അന്ന് നിങ്ങളും കൂടെ വന്നേ. കൊടങ്ങാളോക്കാർക്ക് ഭയങ്കര ധൈര്യമില്ല. നിങ്ങൾ പോയി പറഞ്ഞപ്പോ എനിക്കൊരു പേടി. അച്ഛമ്മയും പോരൂ, വരുവാണ്, ഒരുമിച്ച് അനുഭവിക്കാമല്ലോ. എന്തല്ല ചേച്ചി പേടിച്ചു പോയി. ഞാൻ ഓർത്തത് എന്താ അടുക്കളയിൽ ഇത്ര ബഹളമെന്ന്. ചേച്ചി എന്താ പുറകുവശത്തോടെ വന്നത്? എൻ്റെ ഒരു കാര്യം കാണാനില്ല. എന്ത് കാര്യം? നിന്റെ കാര്യം ഇവിടെ എങ്ങനെയാണ്? ഞാനിവിടെ രാവിലെ വന്നല്ലോ, അപ്പൊ എങ്ങാനും ഇവിടെ വീണോന്നറിയാനാ. എന്താടി? എന്റെ താലി കാണാതെ പോയടി.
മാല മാലയുണ്ട്, താലി കാണാതെ പോയി. ഒരു മാല ചേച്ചി താലിയൊക്കെ ആരെങ്കിലും കൊണ്ട് കളയുവാ, അതും കെട്ടുതാലി. കെട്ടുതാലി കളഞ്ഞാലുള്ള കുഴപ്പം ചേച്ചിക്ക് അറിയോ? ഭർത്താക്കന്മാർക്ക് അതിന്റെ പ്രശ്നം. പിന്നല്ലാതെ ദൈവം എന്റെ ക്ലീറ്റ് വെച്ചിട്ടും പുറത്തൊക്കെ ഇറങ്ങി നടക്കണം, അല്ലേ തന്നെ അതിനെപ്പോഴും കഷ്ടകാലമാണ്. അന്ധവിശ്വാസ. ഇങ്ങോട്ട് ഇവിടെ ഇവിടെ രാവിലെ വന്നായിരുന്നു. അല്ലല്ല, ആ സമയത്തുണ്ട്, ആ സമയത്തുണ്ടായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണ്. ആ സമയത്ത് എന്തിനാ ഇവിടെ വന്നത് നീ? അതെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വരത്തില്ലേ ചേച്ചി? ചായപ്പൊടി മേടിക്കാൻ. താലി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? താലി എങ്ങനെ ഇരിക്കുന്നു നീ കണ്ടിട്ടില്ലേ? റോസ് നെല്ലിനോട് ചോദിക്കി. ഒരു നഖത്തിന്റെ ഒക്കെ അത്ര ഉണ്ടാവുള്ളൂ. തേടാ കിടന്ന് ചൂടാവുന്നു. താലി എങ്ങനെ ഇരിക്കുന്നത്? കൊടങ്ങാട് വരപ്പോ റോസ്മേനോട് ചോദിക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ച വലിപ്പം. ചില പെണ്ണുങ്ങൾ വട്ടത്താലി, ത്രികോണത്താലി, അങ്ങനെ പിന്നെ ഗോപിപ്പൊട്ട് പോലെ ഇരുന്ന താലിയല്ലേ? ഗോപിപ്പൊട്ട് നീ കോവിപ്പൊട്ട് എങ്ങനെയാന്ന് പറഞ്ഞു തന്നോ? ചേച്ചി പറഞ്ഞ ആവശ്യത്തെ ദേഷ്യപ്പെടുന്നത്. പിന്നെ അവൻ അറിയാൻ പാടില്ല താലി കിട്ടിയതല്ലേ. എടുക്കണമെങ്കിൽ അതിന്റെ ഷേപ്പ് അറിയണ്ടേ? പക്ഷേ പറഞ്ഞ പിന്നെ കണ്ടെത്താൻ പോകണം. ആവശ്യമില്ല ചോദ്യങ്ങൾ ഇപ്പോൾ ഇറങ്ങിക്കുമ്പോ ആവശ്യമില്ല. നീ എന്തിനാ ഇതെന്താന്നോടാ? ഞാൻ ഇപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞ് ഞാൻ വെറുതെ ഇങ്ങനെ താക്കിയപ്പോ മാല രണ്ടും തെറ്റി ഇങ്ങനെ കിടക്കണം. അത് പോയി കാണും കേട്ടോ, അത് പോയി. ഉടനെ നെഗറ്റീവ് അടിക്കാവുള്ളൂ. പോയിട്ടൊന്നുമില്ല, അത് എവിടെ വീണടപ്പണി ഞാൻ നോക്കിയെടുക്കും. ഇത്ര ഉള്ളൊരു സാധനമാണ്, അത് എവിടെ പോയി തപ്പിയെടുക്കാനാണ്? ഇത്രയുള്ള സാധനം രാവിലെ തങ്കം ചേട്ടത്തി ഇവിടെ വന്നപ്പോ മാലക്കത്തുണ്ടായിരുന്ന ലിലിപ്പെണ്ണ എങ്ങനെ ഉണ്ട്? പെണ്ണുങ്ങൾ പിന്നെ വേറെന്താണ് നോക്കുന്നത്? ആ ഭരണങ്ങള് വസ്ത്രങ്ങളൊക്കെ നോക്കുള്ളൂ. നീ ഇവിടെ നിൽക്കാതെ നീ അവിടെ പോയി സഹായിക്ക്, നോക്ക്. ഇവിടെ നോക്കട്ടെ. ഞാൻ എവിടെ പോയി തപ്പിയെടുക്കാനാണ്? അവിടെ സങ്കടപ്പെട്ടിരിക്കല്ലേ, ഒന്ന് അന്വേഷിക്ക്. താലിയല്ലേ? ഒരിക്കൽ ചേച്ചിക്ക് അത്ര വലിയ സങ്കടം ഉണ്ടായിട്ടൊന്നും തോന്നുന്നുണ്ട്. പിന്നെ നിനക്കാണ് സങ്കടം. നീ ഇവിടെ കാണിച്ചല്ലേ ഇരുന്ന് പറയുന്നത്? ആരോടും പറയണ്ട. ഈ താലി പണയം വെച്ച അത് ഭർത്താക്കന്മാർക്ക് കുഴപ്പമുണ്ടോ? താലി പണയം വെച്ച ഭർത്താക്കന്മാർക്ക് കുഴപ്പമുണ്ടല്ലോ. കെട്ടുതാലി കളഞ്ഞ ദോഷമാണെന്ന് ലിലിപ്പന്നെ പറഞ്ഞായിരുന്നു. റോസ്മേരി എടുത്ത് നീ പണം വെച്ചായിരുന്ന? പണയം വെച്ച് അത് പിന്നെ ലേലത്തിൽ പോയി. അതിനാണ് ഇങ്ങനെ നിൽക്കുന്നത്. അവൾ അങ്ങ് നീ ഇവിടെ ആറ്റിക്കുന്നത്. ഇവിടെ ഒന്നുമില്ല. എന്റെ ചേച്ചി ഇങ്ങനെ കുന്തം വിഴുങ്ങിയത് പോലെ നിൽക്കാതെ എവിടെങ്കിലും പോയി നോക്ക്. ഞാൻ എല്ലായിടത്തും നോക്കി ലില്ലി കിട്ടണ്ടേ? എനിക്ക് സത്യമായിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ചേച്ചി. ചേച്ചിയുടെ കഴുത്തേ കിടന്ന് ഈ സാധനം പോയിട്ട് ചേച്ചി അറിഞ്ഞില്ലേ? അറിഞ്ഞെങ്കിൽ ഞാൻ എടുത്തു വെക്കൂല. മനഃപൂർവ്വം കൊണ്ടൊന്ന് കളയോ? കളയും ചേച്ചി, മനഃപൂർവ്വം തന്നെ കളയും. ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോയി ചേച്ചി കളഞ്ഞേക്കണ്? ഞാൻ എന്ത് സാധനം കൊണ്ടുവന്നാണ്? ഒന്നും കളഞ്ഞിട്ടില്ലേ ചേച്ചി? ഇത്രയും വർഷത്തിലുണ്ടെങ്കിൽ ചേച്ചി എന്തൊക്കെ കളഞ്ഞ, എന്തൊക്കെ നശിപ്പിച്ചേക്കണ ചേച്ചി? ചട്ടി പൊട്ടിക്കും, ഗ്ലാസ് പൊട്ടിക്കും, പൈസ എവിടെയെങ്കിലും കൊണ്ട് വെക്കും, അതൊന്നും ഓർമ്മ കാണത്തില്ല. എന്തുകൊണ്ടാ ഇതൊക്കെ കാണിക്കണത്? ക്ലീറ്റോ ചേട്ടന്റെ പൈസക്ക് ചേച്ചിക്ക് ഒരു വിലയില്ലാഞ്ഞിട്ട്. നോക്കി പേടിപ്പിക്കല്ലേ. ഇത്രയും നാളായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് കളഞ്ഞിട്ടുണ്ടോ? സ്വർണത്തിന്റെ ഒരു പൊടിയെങ്കിലും കളഞ്ഞിട്ടുണ്ടോ? ഉണ്ടാ? എന്തുകൊണ്ടാ? ഏട്ടനെ അധ്വാനിച്ച് കൊണ്ടുവരുന്നുള്ള ചിന്ത എനിക്കുണ്ട്. ഇതാ പാവം പിടിച്ച ക്ലീറ്റോ ചേട്ടനെ ആരെങ്കിലും കറക്കിയൊക്കെ ഉണ്ടാക്കണല്ലേ? ഇപ്പൊ ചേച്ചിക്ക് എന്റെ വില വന്നത് എന്ത്? എന്റെ താലി പോയെങ്കിൽ അത് ഞാൻ മേടിച്ചോളാം, എനിക്കത് കഴിയും. എങ്ങനെ വാങ്ങിക്കും? അത് മേടിച്ചോളൂ. എങ്ങനെ വാങ്ങിക്കുമെന്ന് പറ. ക്ലീറ്റോ ചേട്ടൻ കൊണ്ടുവരുന്നതിൽ ഇസ്കി അതിൽ നിന്ന് വാങ്ങിക്കും. എനിക്ക് ആരുടെ ഇസ്കണ്ട കാര്യമൊന്നുമില്ല. എന്റെ കൊച്ചിന്റെ ഒരു മോതിരം ഒടിഞ്ഞിരിപ്പുണ്ട് 3 ഗ്രാമിന്റെ, അതിന്ന് ഞാൻ മേടിക്കും. അതാര് വാങ്ങിച്ചു തന്നതാ? അത് ആര് മേടിച്ചാണെങ്കിൽ എന്റെ കൊച്ചിന്റെ ആണാ? കൊച്ചിന്റെ അങ്ങനെ വെച്ച വാങ്ങിക്കാൻ നിൽക്കണ്ട കേട്ടാ. അവളുടെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ 3 ഗ്രാം അവൾക്ക് വാങ്ങിച്ചു കൊടുക്കും. അവൾക്ക് 2 ഗ്രാമിന്റെ മോതിരം മേടിച്ചിട്ട് 1 ഗ്രാമിന്റെ താലി മേടിച്ച എന്താ കുഴപ്പം? വേണ്ടെന്നേ ചേച്ചി, ഇനി താലി ഇല്ലാതെ നടക്ക്. ഇത് ഒന്നാമത്തെ സംഭവമാണെങ്കിൽ കുഴപ്പമില്ല, സ്ഥിരമുള്ള പരിപാടിയാണിത്. നീ അപ്പം മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണല്ലേ? ക്ലീറ്റോനോട് നീ തന്നെ പറഞ്ഞു കൊടുക്കും, എനിക്കറിയാം. ഞാൻ ക്ലീറ്റോ ചേട്ടനോട് പറയണമെന്ന് ഇതുവരെ വിചാരിച്ചിട്ടില്ലായിരുന്നു ചേച്ചി. ഇക്കണക്കിനാണെങ്കിൽ ഞാൻ പറയും. ഞാൻ പിന്നെ എന്ത് ചെയ്യണം? തൂങ്ങിച്ചാവണം ഒരു താലി പോയതിന്? തൂങ്ങിച്ചാവണ്ട ചേച്ചി, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നലെ രാത്രി ഉണ്ടായിരുന്നാ കിടന്നപ്പോ? ഉണ്ടായിരുന്നാ? ഉണ്ടായിരുന്നാ? അത് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റപ്പോ മുഖം കഴിയാ പല്ല് വെച്ചിട്ട് അപ്പൊ ഇങ്ങനെ വെള്ളം എടുത്ത് ഒഴിച്ചായിരുന്നാ? അപ്പൊ ഇവിടെ അപ്പുണ്ട്. ഉണ്ടാ? അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുത്തോട്ട് അവിടെ വന്നപ്പോ ഉണ്ടെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ബാത്റൂമിൽ പോയായിരുന്നു? അവിടെ നിന്ന് വന്നു കഴിഞ്ഞ ബാത്റൂമിൽ പോയി. അപ്പൊ വെള്ളം ഒഴിച്ചപ്പോ ക്ലോസറ്റിൽ പോയിട്ടുണ്ട്? ഇല്ല, അപ്പോഴും അത് കഴിഞ്ഞപ്പോഴേ എവിടെയെങ്കിലും ഊരി വെച്ച്. ഇതാണ് ഞാൻ പറഞ്ഞത്. കാശ് വെച്ചാൽ പോലും ചേച്ചിക്ക് ഓർമ്മയില്ല. പിന്നെന്താ? ഇടി ഞാൻ പച്ചക്കറി അരിഞ്ഞപ്പോ ഇങ്ങനെ ഇരുന്നല്ലേ പച്ചക്കറി അരിയുന്നത്. അപ്പൊ ഊരി വീണിട്ടുണ്ട് ആ പച്ചക്കറിയുടെ അതിനകത്തോട്ട്. എന്നിട്ട് എവിടെയാ പച്ചക്കറി? അത് ഞാൻ കളഞ്ഞ് വേസ്റ്റ് പറമ്പിലോട്ട് കളഞ്ഞത്. കിട്ടും. ഏത് പറമ്പിൽ? നമ്മുടെ ഇവിടുത്തെ പറമ്പിലോട്ട് എറിഞ്ഞു കളഞ്ഞ്. ആ കാട് പിടിച്ചു കിടക്കുന്ന പറമ്പിലാ? നമുക്ക് പോയി നോക്കാൻ പാടില്ല. എവിടെ? ആ പറമ്പിലാ? എന്റെ
എന്റെ പൊന്നേച്ചി അവിടെയൊക്കെ നിറച്ചും പാമ്പായിരിക്കും. പാമ്പില്ല. പാമ്പില്ലെന്ന് അതെ അച്ചാച്ചനും ഏട്ടനും കൂടെ ഇപ്പൊ ഇരുന്ന് പറയായിരുന്നു ചൂടായതുകൊണ്ട് പറമ്പ് മൊത്തം പാമ്പാണെന്ന്. ഞാൻ വരത്തില്ല, എനിക്ക് പേടിയാ. എടി നിനക്കൊരു പാമ്പാണ് വലുത്, എന്റെ താലിയാണോ വലുത്? എനിക്ക് പാമ്പാ വലുത്. എങ്ങാനും കടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് ചേച്ചി. ഇത്തിരി കോളമുള്ള ഒരു താലിക്ക് വേണ്ടി വേറെ വാങ്ങിക്കാം നമുക്ക്. ഒന്നല്ലെങ്കിൽ നീ പാമ്പ് കടിച്ചാവോ അല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവോ, നിനക്ക് ഏതാ വേണ്ടത്? ചേച്ചി എനിക്ക് പേടിയാണ് ചേച്ചി. വന്നേ, ഒന്നും സംഭവിക്കൂല. ഞാൻ അങ്ങോട്ടൊന്നും ഇറങ്ങത്തില്ല. ചേച്ചി പോയി നോക്കിയാ മതി. എന്തൊരു പാടാന്ന് നോക്കണേ. എന്റെ പൊന്നി ചേച്ചി ഇതിലെ കൂടെ എങ്ങനെ തപ്പിയെടുക്കാനാണ്? എന്താണ് ഇപ്പൊ അതിനെ നിന്നെ കൊണ്ടുവന്നത്? നീ ആണെങ്കിൽ എല്ലാം കണ്ടുപിടിക്കാൻ മിടിക്കുക. അയ്യോ സോപ്പിടല്ലേ, സോപ്പിടല്ലേ. എവിടെ അങ്ങോട്ട് വാ ചേച്ചി. കാടാണ് ചേച്ചി, എന്തുവാണ്? അയ്യോ ഇവിടെ പാമ്പില്ല കൊച്ചേ, ഞാൻ എപ്പോഴും വന്ന സ്ഥലമല്ലേ. പിന്നെ വാ, അനക്കം ഉണ്ടാക്കി കൊണ്ടുപോ. നടക്കുമ്പോ അനങ്ങുമല്ലോ. അല്ലല്ല, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാ. കണ്ടാ ഇപ്പൊ ക്ലീറ്റോ ചേട്ടനെങ്ങാനും വന്നാലാ? വീട്ടോ വന്നിട്ടുണ്ടെങ്കിൽ കോഴിയുടെ മുട്ട നോക്കാന്ന് പറയാം. നിന്റെ ഇവിടെല്ലേ കോഴി വന്ന് മുട്ടയിടുന്ന? എന്നാ വേറെ എന്തെങ്കിലും പറയാം. ന്യായം ഉണ്ട് കേട്ടാ. ഇവിടെ തന്നെ നോക്കല്ലേ, അങ്ങോട്ടൊക്കെ മാറി നോക്ക്. ശരിയായി എറിഞ്ഞപ്പോ ഇങ്ങനെ പോന്നിട്ടുണ്ടാവും അല്ലേ. ഓ എന്തു ചേച്ചി? ഒരണലി. എന്തുവാ? മാറി ചേച്ചി, മാറി ചേച്ചി അങ്ങോട്ട്. ചേച്ചി ഇങ്ങോട്ട് വാ ചേച്ചി. എന്തിനാ അത് പോയില്ലേ? ചേച്ചി ഇങ്ങോട്ട് വാ ചേച്ചി. പേടിയില്ല. എന്തുവാണ് ചേച്ചി? ദൈവമേ, അണലിയാണ്. അണലിയോ? പെണ്ണുമ്പിള്ള കളഞ്ഞു പോയ താലി കെട്ടാ നിങ്ങൾ ജീവനാണ് വേണം. ഇങ്ങോട്ട് കയറാൻ. അണലിയാ? അയ്യോ അയ്യോ, അല്ല അല്ല അല്ല, അണലിയല്ല, അണലിയല്ല. ഞാൻ പറയട്ടെ, മറ്റേ അല്ലടാ, മറ്റേ മറന്നു പോണൊരു ജീവി. അരണ അരണ അരണ. ചേച്ചി എന്തോ പറഞ്ഞത്? അത് മാറിപ്പോയതല്ലേ. തിരിച്ചറിയാൻ വയ്യാത്തൊരു മഹിള പ്രമുഖ. ഇങ്ങോട്ട് വന്ന്. നീ ഇങ്ങോട്ട് വന്നായിരുന്നാ? ഈ കാട്ടിനകത്ത് വേസ്റ്റ് ഇവിടെയാണ് വേസ്റ്റ് ഇട്ടത്. അവിടെ നിന്ന് ഇങ്ങോട്ട് തെറിച്ചിട്ടുണ്ടാവൂടാ. ഈ കാട്ടിൽ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ഇങ്ങോട്ടൊക്കെ മാറ്റി നോക്ക്. ഇവിടെ അല്ലേ വീണത്? പക്ഷെ ഇല്ലടാ, ഇങ്ങോട്ട് വരൂല്ലടാ, ഇങ്ങോട്ട് വരൂല്ലെന്നേ. ഞാൻ അവിടെ നിന്ന് അങ്ങനെ എറിഞ്ഞ പാമ്പ് വാവളക്കുന്ന മണം, ചീനിക്കെട്ടിന് മണം. ഇവിടെ കൂടുതൽ സമയം നിൽക്കാതിരിക്കുന്നല്ലേ കേട്ടോ. ഉണ്ടുണ്ട്. വാന്നേ പോവാന്നേ നമുക്ക്. നോക്കണ്ടേ നിങ്ങൾ? നിക്ക്, അച്ചാച്ച ഫ്രണ്ടേ പോ. പാട് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ആണിയെങ്ങാണ്ട് കൊണ്ട് ആണിയാ? ചെരുപ്പ് പൊത്താകത്ത് കയറിയാ? അതാണ് കയറി. അങ്ങോട്ട് ആരില്ല, ഒരു ആണി. നിങ്ങൾ എല്ലാവരും പോവാണോ? എന്റെ പൊന്നേച്ചി ഇങ്ങോട്ട് വന്നേ. ഇവിടെ എന്തായാലും തപ്പിയെടുക്കാൻ പറ്റത്തില്ല. വാ, കാല് മുറിഞ്ഞാ നോക്ക്. കാല് മുറിഞ്ഞ കാലെ കൊണ്ട് കുഴപ്പമില്ല. ഒന്നും സാരമില്ല. ഇച്ചിരി കാലിച്ചിരി മുറിഞ്ഞെന്ന് ഓർത്ത് അതിന് വലിയ കാര്യം ഇവിടെ നടക്കാനുള്ളത്. നല്ല വെള്ളം കഴിയട്ടെ. ചൂടുവെള്ളം തരുമോ ഏട്ടാ? ആരെങ്കിലും ഒരാളെ നിർത്തിയിട്ടേ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ആ കാളൊക്കെ ഒന്ന് വെട്ടിത്തളിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പേടിയാവണം. പച്ചപ്പിലെല്ലാം കരിഞ്ഞിരിക്കല്ലേ. പാമ്പും പഴുതാരൊക്കെ ഇറങ്ങി നടക്കും. ഇനിയിപ്പോൾ അതാണ് പാട്. അതുപോലെ ഇനി തൊട്ട് ജനലൊന്നും തുറന്നിടണ്ട കേട്ടാ. എല്ലാ ജനലും അടച്ചോണം. ഈ ജനല് തുറന്നിട്ടില്ലേ പിന്നെ വായു സഞ്ചാരം വേണ്ടേ? അത് ചൂട്. ഇപ്പൊ പാമ്പ് കയറിയാലാ? വേറെന്തെങ്കിലും ചെയ്യാം. പാമ്പ് കടിച്ച് ചാവണേലും നല്ലതല്ലേ ഇച്ചിരി വായു വെളിച്ചം കയറാത്തത്. നെറ്റ് വല്ല അടിച്ചാൽ മതി അല്ലേ? മനോവിഷമത്തിലാണ്ട് തങ്കഞ്ചേട്ടത്തി കറിയൊന്നും വെച്ചില്ല. കറി വേണം. അച്ഛന് കഴിക്കുന്നുണ്ട്. ചേച്ചിക്കുള്ളത് കറി കൊണ്ടുപോകും. വേണ്ട, കറി തന്നാ ഞങ്ങൾ ഇല്ല, കഴിക്കത്തില്ല. ആണോ? എന്റെ കാലങ്ങനുണ്ട്. കാര്യം നടക്കുമ്പോൾ ഭയങ്കര വേദന, ആണി കുത്തുന്ന വേദന. പിന്നെ അവിടെ ഇരുന്നാ പേടാണ്. ഇതുകൊണ്ടൊന്നുമില്ല, കഴിക്കാൻ പറ്റത്തില്ലല്ലോ. എടുക്കണോ? ഓ, ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയാ. ഇഞ്ചക്ഷൻ ഭയങ്കര പേടി. ഇഞ്ചക്ഷൻ വരെയുള്ള ഗുളിക തന്നിട്ടുണ്ട്, അത് കഴിച്ചു. കഴിഞ്ഞ ആഴ്ച കൊടങ്ങാവളെ ഘോഷയാത്രയ്ക്ക് പോയപ്പോൾ ആണി കൊണ്ടപ്പോൾ ഇതേപോലെ ചീറ്റി എടുത്തായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കൊണ്ട് സിനിമ ഉള്ളൂ. ആണി ഞാനും കൊണ്ടൊരു അങ്ങനെ ഒരു ബന്ധമുണ്ട്. ആരുമായിട്ടാണ് എനിക്ക് ബന്ധമില്ലാത്തത്? ചൂട് കാരണമേ
ചോറ് മാറ്റിയിട്ട് ഫ്രൂട്ട്സ് ആക്കണമെന്ന് ഡോക്ടർമാർ പറയുന്നത് കേട്ടു. പിന്നെ വെച്ചിട്ട് ഫ്രൂട്ട്സ് വെച്ച് കഴിക്കും. അല്ല ഇതിപ്പോൾ കഴിച്ചിട്ട് നാളെ മുതൽ ഫ്രൂട്ട്സ് ആക്കാം. അപ്പം മറ്റൊന്ന് മേടിക്കുമ്പോൾ ഞാൻ കൂടെ ഉള്ള മേടിച്ചാൽ മതി. മീൻകറിയാ. ഇത് വേണോ? പരിപ്പ് ഇത് തന്നെ ധാരാളം. നോക്കിപ്പോ എന്തായാലും എൻ്റെ ബുദ്ധി അങ്ങനെ ഉണ്ടായിരുന്നു. കറി കൊടുത്ത എന്ത് ബുദ്ധി കാണിച്ചത്? അതല്ലെന്ന് അവിടെ വെച്ച് ഏട്ടനല്ലേ ആദ്യം നടക്കാൻ പോയത്. ഞാനല്ലേ പറഞ്ഞ ഏട്ടൻ നടക്കണ്ടേ, അച്ചാച്ചൻ നടക്കട്ടെ ആദ്യം ഒന്ന്. അതുകൊണ്ടല്ലേ അച്ചാച്ചന്റെ കാലിലെ ആണി കൊണ്ടത്. അല്ലെങ്കിൽ ഏട്ടന്റെ കാലിൽ കൊള്ളേണ്ട ആണിയായിരുന്നു. അവന്റെ കാലിൽ കൊണ്ടാലും എന്റെ കാലിൽ കൊണ്ടാലും മനുഷ്യന്റെ കാലല്ലേ. എന്നാലും എനിക്ക് ഏട്ടനും എൻ്റെ മക്കളും അല്ലേ വരുന്നത്. അല്ല അങ്ങനെയല്ല, അങ്ങനെയല്ല പറഞ്ഞത്. ഏട്ടന്റെ കാലം കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നോവൂലേ. അച്ചാച്ചന്റെ കാലം കൊണ്ടല്ലേ അങ്ങനെ തന്നെയാണ്. എന്നാലും അല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പം ഒരു ഉദാഹരണമാണേ. ഞാനും ചേച്ചിയും കൂടെ ഒരു വലിയൊരു പൊക്കമുള്ള കെട്ടിടത്തിന്റെ മേളിൽ കയറി. അപ്പൊ അവിടെ ആ കെട്ടിടത്തിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭാരം താങ്ങാനുള്ള ശക്തി ആ കെട്ടിടത്തിനില്ല. ആരെങ്കിലും ഒരാൾ ചാടിയേ പറ്റത്തുള്ളൂ. ആരെങ്കിലും ഒരാൾ ചാടണം. അപ്പൊ ഏട്ടന് ആര് ചാടണം എന്ന് പറയും? നീ ചാടണം. ആ ഇതാണ് ഞാനും ഏട്ടനും തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും സ്നേഹമുണ്ട്, ഏട്ടന് അതില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെ ഒരു സാഹചര്യം വന്നു, അപ്പം നീ അവളോട് പറയുമോ, ചേച്ചി ഇപ്പം ഈ കെട്ടിടം തകർന്ന് വീഴും, നമ്മൾ ഒരാൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ, ചേച്ചി എടുത്തയാട് എന്നെ രക്ഷിക്കുന്നു പറയാൻ പറ്റുമോ നിനക്ക്? നീ പറയുമോ? ലോജിക്കില്ലാത്ത ഇത്തരം ചോദ്യങ്ങൾ പ്രത്യേകിച്ച് ആഹാരത്തിൻ്റെ മുമ്പ് പറയണം. എന്നിട്ട് പോ കഴിച്ചു തന്നെ. ഞാൻ അങ്ങനെ നിന്നെ വിട്ടുകൊടുക്കൂലേ. ഒരു ഉദാഹരണം പറയുന്നുള്ളൂ. അവിടെ പോലും ഏട്ടൻ എന്നെ പറ്റി പറഞ്ഞില്ലല്ലോ. ഞാൻ നിന്നെ പറ്റി തിന്ന് ഞാൻ മദീനെ തിന്നു. എന്താണ് തങ്കം? ചൂടേ ഭയങ്കര ചൂടല്ലേ ക്ലീറ്റോ? ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ അസാധ്യ ചൂട്. സത്യം. ഈ പുറത്തൊക്കെ പണിയല്ലേ, അവരെയൊക്കെ സമ്മതിക്കണം. എന്ത് നിനക്കൊരു ക്ഷീണം പോലെ? ഒരു വിഷയമുണ്ടോ? ഒന്നുമില്ല, ഒരു ഉഷാറല്ല. എവിടെ വെച്ചേ? ഒരു തലവേദന ഇങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴേ ചൂടും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ? നീ ചൂടത്തിൻ്റെ മുടിയെടുത്ത് ഇട്ടേക്കണം, അത് മാറ്റിയെടു പുറകോട്ട്. എഴുത് പുറകോട്ട് എഴുതാൻ അങ്ങോട്ട്. നമുക്ക് ഈ മാല മാറ്റിയിട്ട് വേറെ കുറച്ചുകൂടെ പോതരമുള്ളൊരു മാല നല്ല കാലമായിരുന്നു. നോട്ടെ, അത്ര നല്ലതല്ല. അതോട്ടെ താലി എവിടെ? താലി ഇവിടെ ഉണ്ട്. എവിടെയുണ്ട്? ഇങ്ങോട്ട് കറക്കി വിട്ടത്? അല്ലല്ല, താലി ഞാൻ ഇവിടെ വെച്ച്. എവിടെ വെച്ച്? ഊരി. എനിക്ക് ചൂടെടുത്തപ്പോ ഊരി വെച്ചതാ. ഓ, ഒരു താലി കിടന്ന് ഭയങ്കര ചൂടായി അല്ലേ? ഇതെന്താ പതിവില്ലാതെ? എന്ത്? രാവിലെ പോയാ പാതിരാത്രി ഡൽഹി വരുന്നത്. ഉച്ചയ്ക്ക് എന്റെ വീട്ടിൽ വരണേ എനിക്ക് സമയമൊന്നുമില്ല. എനിക്ക് എപ്പോ വേണം എന്റെ വീട്ടിൽ വരാം. നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞാനൊന്ന് പോയി കിടക്കാം. അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. നിന്റെ താലി എവിടെ വെച്ചെന്ന് പറഞ്ഞേ? അവിടെ വെച്ചിട്ട് എടുത്തോന്നു. ഞാൻ ഇന്ന് നല്ല ഡിസൈനുള്ള വേറൊരു താലി കണ്ട, അപ്പൊ എനിക്ക് അത് മാറ്റി ഇതൊന്ന് മാറ്റി വാങ്ങിയാലോ? എവിടെ? അയ്യോ മറന്നുപോയി. അത് എടുത്തു വെച്ചില്ല. അതെന്തായിരുന്നറിയോ, രാവിലെ പെരടിച്ചു വരുമല്ലോ. അപ്പൊ ഈ ചൂലിതേ ഇങ്ങനെ അങ്ങ് കൊളുത്തിയിട്ട് വലിഞ്ഞു പോയി. അപ്പൊ ഈ കൊളുത്തകന്നിട്ട് ഈ താലി ഇവിടെ എവിടെയോ വീണുപോയി. അതിന്റെ നോക്കിയെടുക്കാം. താലിയല്ലേ, നമ്മുടെ വീട്ടിൽ നോക്കിയെടുക്കാം അല്ലേ? ഇവിടെ എവിടെയും കിടപ്പുണ്ടാവും അല്ലേ? അന്തസ്സുണ്ടടി, അന്തസ്. ഈ താലി കാണാതെ പോയിട്ട് നീ എന്നെ ഒരു വാക്ക് വിളിച്ച് പറഞ്ഞോ? നീ പറഞ്ഞാലെന്ത് പറഞ്ഞില്ലെങ്കിൽ എന്ത്? കാരണം നീ കോടീശ്വരന്റെ ഭാര്യയല്ലേ. ഒരുത്തങ്ങനെ രാവിലെ പോകുന്നു, നോട്ട് എണ്ണി ഇങ്ങനെ അടിച്ചുകൊണ്ട് വരുന്നു, ഇങ്ങനെ എന്തും ആവാമല്ലോ. ഇത് സ്വർണത്തിന്റെ വില എത്രയാണെന്ന് അറിയാമോ? എന്ന് ഒരു ഗ്രാമിന് 6000-7000 രൂപ അടുത്ത് വിലയുണ്ട്. 5300. നീ എപ്പോൾ വാങ്ങി സ്വർണം? ഇപ്പൊ വാങ്ങ, നീ എപ്പോൾ അടുത്ത് വാങ്ങി? ഞാൻ ഇന്ന് സ്വർണ്ണക്കടയിൽ വില അന്വേഷിച്ചു കേട്ടോ. കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം ജീവിതത്തിലെ. കഷ്ടപ്പെട്ടാലേ പൈസ ഉണ്ടാവുള്ളൂ. അതിവിടെ വീട്ടിൽ ഇരിക്കണവർക്ക് അറിയില്ല. ഇന്ന് കാലത്തെ ഞാൻ ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഇതേ അവിടെ കിടക്കുന്ന ആ പടിയുടെ അവിടെ താലി, ഈ താലി അവിടെ കിടക്കുന്നു. ഇത് ഞാനല്ല, വേറെ ആരെങ്കിലും ഇതുവഴി കടന്നു പോയത് എടുത്തോണ്ട് പോയി. നീ എന്ത് ചെയ്യുന്നതാണ്? നീ അവിടെ കിടക്കുന്നു പറഞ്ഞാ നോക്കിയാ എന്നിട്ട് നീ കണ്ടാ എത്ര രൂപയുടെ സാധനമാണെന്ന് അറിയാമോ? മാത്രമല്ല ഇത് എന്താണെന്ന് അറിയാമോ? നീ എന്നെ എന്തുകൊണ്ട് വിളിച്ച് പറഞ്ഞില്ല? എന്നോടൊരു വാക്ക് പറയാത്തുണ്ട്. എവിടെ?
ദേ താലി കിട്ടി. ഇതാണ് ഞാൻ ചേച്ചി. കാലത്തെ അപ്പുക്കുട്ട സാറ് വിളിച്ച തിരക്കിൽ ഞാൻ പോവാൻ ഇറങ്ങിയപ്പോ അവിടെ കിടക്കുന്നു. പക്ഷെ എനിക്ക് അത് അവളോട് പറയാൻ പറ്റില്ല. എന്നാ ഈ പോയപ്പോ ഈ കഴുത എന്നെ വിളിച്ച് ഇത് കാണാതെ പോയിന്നൊരു വാക്ക് നീ പറഞ്ഞാടി. പേടിച്ചിട്ടാ പറയാഞ്ഞത്. എന്ത് പേടിച്ചിട്ട്? പേടിയൊന്നുമല്ല. ഇത് ഭർത്താവ് എന്നുള്ള ഒരുത്തൻ രാവിലെ പോകുന്നു, അധ്വാനിച്ച് കൊണ്ടുവരുന്നു. ഇത് തന്നെ. അപ്പൻ അയ്യൊക്കെ എന്താ അറിയണോ? ഇത്രയും ഈ വിലയുള്ള ഈ മുതല് പോയിട്ട് ഇവക്ക് വല്ല ഉളുപ്പുണ്ടാ? ഇരിക്കുന്നു നോക്കവള്. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞോണ്ട്. ഒരു ബോധവും ഇല്ല അവക്ക്, ഒരു നഷ്ടവും ഇല്ല. എടാ ഇതിപ്പോ സംഭവിച്ച എനിക്ക് തോന്നാന്തറിയാമോ, ഇത് ഇവിടെ വിളിച്ച് പറയാത്തതിന്റെ കാരണം വെച്ചാല് ഇവിടെ നേരത്തെ ഒരു 1.5 ഇഞ്ച് ഒരു ആണിയ കമ്പി അങ്ങനെ കാലിൽ കുത്തു കയറി. അതപ്പോ അത് തൂത്തുവാരി കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിൽ വല്ല കുരിങ്ങെല്ലാം വീണിട്ടുണ്ടാവും. അതെങ്ങനെ അവക്ക് പറയാൻ വിളിച്ച അപ്പൊ മാനസിക സംഘർഷത്തിൽ ഇരിക്കല്ലേ? നീ വരുമ്പോ പറഞ്ഞാ പോരെ? കിട്ടിയല്ലോ, ഇപ്പൊ സമാധാനായില്ലേ? പിന്നെ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? ചോര പൊടിഞ്ഞ് ചോര ഇങ്ങനെ ചീറ്റിയപ്പോ ഞാൻ നീ കണ്ടതല്ലേ? പിന്നെ മൊത്തം കയറി മാംസമൊക്കെ വെളി വന്ന. അതെ, എന്നാ ഇതൊക്കെ എന്നോട് ഈ വീട്ടിൽ നടക്കുന്ന കാര്യം ഈ കാലിൽ കൊണ്ടത് എന്നോട് നീ പറഞ്ഞില്ലല്ലോ. വന്നപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. വന്നപ്പോ നീ കുതിരാറ് നിൽക്കല്ലേ? ക്ലീറ്റോന്റെ മനസ്സ് വേദനിച്ചാലോ ഓർത്തല്ലേ നമ്മള് പറയാതിരുന്നത്. എന്നിട്ട് എല്ലാ തെറ്റും എനിക്ക്. ഈ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, നമ്മൾ ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ടാ? നല്ല വേദനയുണ്ട്. ആണോ? ചീറ്റി എടുത്തോ? തീറ്റി എടുക്കാൻ അതിപ്പോ കുഴപ്പമില്ല, നോക്കാം. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച കണ്ടെന്ന് തട്ടിപ്പോ തീറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഒരു മാസത്തേക്ക് കുഴപ്പമില്ല. ഇപ്പൊ വിഷമിക്കണ്ട, കിട്ടിയല്ലോ. കിട്ടുമെന്ന് അറിയായിരുന്നല്ലോ. അല്ലേ, സങ്കടപ്പെടല്ലേ? ഒന്നുമില്ല. എനിക്ക് ഇപ്പോഴാ കാഴ്ച കണ്ണീന്ന് പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് സൗകര്യം പോലെ. ഏത് കാഴ്ച? മറ്റേ കാലിന്റെ. അതെ അതെ, അത് കാല് വലിയ പ്രശ്നമായി പോയത്. എന്താ അറിയുമ്പോ ഇത് ഞാൻ ഇവള് വിളിക്കാത്തോണ്ട് എന്റെ മനസ്സിൽ ഒരു ടെൻഷൻ ആയി പോയി. ചാടല്ലേടാ ഓരോ കാര്യങ്ങളെല്ലാം. ഞാൻ എന്തായാലും ഇനി കളയെ സൂക്ഷിച്ചു വെക്കുക കേട്ടാ. ഡ്രസ് നട്ടൊരു ചായ എടുക്കാം. സ്വർണ്ണത്തിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നു മനുഷ്യന് അപകടം വരുമ്പോ. ഞാനത് പെട്ടെന്നുള്ള ഒരു ഇതിൽ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതെ. നിനക്ക് അതിന്റെ എന്തെങ്കിലും നടക്കുമ്പോ കൂടെ നിൽക്കണം നമ്മള്. കാല് മുറിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ പോയെടുത്ത് കുടിക്കണമെന്ന് പറഞ്ഞവരാ. എന്റെ കാലിൽ അതിന് വേണ്ടി ഗുരുവൊന്നുമില്ലല്ലോ. ഓരോ വളർന്നപ്പോ കണ്ണീക്കള വന്നു പോലും. സൂക്ഷിക്കണം. ഇവിടെ ഉണ്ടല്ലോ പച്ച വെള്ളത്തിൽ പറയണ എന്തോ ചായ എടുക്കോ? ഞാൻ എടുക്കാൻ ക്ലീറ്റോ ചേട്ടാ. ചേച്ചിയെ മാനസിക സംഘർഷത്തിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. Aliens.